മുൻകാല പണ്ഡിതന്മാരും ഖുർആൻ തന്നെയും എങ്ങനെയാണ് ഖുർആനെ സമീപിക്കേണ്ടത്, പഠിക്കേണ്ടത്, ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് എന്നുള്ളതിന് 5 ഘട്ടങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതാണ്. ഇസ്തിമാഅ്. ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ കേട്ടാൽ മൗനമായി ശ്രദ്ധാപൂർവം അതിലേക്ക് ചെവി കൊടുക്കുക. എല്ലാ ഭാഷാ നിപുണികളുടെയും പഠന സംവിധാനങ്ങളുടെയും ആദ്യത്തെ ഘട്ടം ഇസ്തിമാഅ്, ലിസണിങ് ആണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ കണ്ണും കാതും കൽബുമെല്ലാം തുറന്നു വെച്ച് കേൾക്കുന്ന ഖുർആൻ തൽസമയം തന്നെ നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തപ്പെടും. അത് പൂർണ്ണമായിട്ടും അർത്ഥം മനസ്സിലായില്ലെങ്കിലും മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ശ്രദ്ധയും കേൾവിയും നമ്മുടെ ബോധമണ്ഡലത്തെ എവിടെയൊക്കെയോ നന്നായി സ്വാധീനിക്കും. അതാണ് ഖുർആൻ പഠനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമായി ലിസണിങ്ങിനെ, ഇസ്തിമാഇനെ ഖുർആൻ അടയാളപ്പെടുത്താൻ കാരണം. രണ്ടാമത്തേത് പാരായണമാണ്. നമ്മൾ സാധാരണ നടത്താറുള്ള, എല്ലാവരും നിർവഹിക്കാറുള്ള പാരായണം. ഫറത്തിലിൽ ഖുർആന തർത്തീല അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമസ്സലാത്ത് എന്നിങ്ങനെ ധാരാളം ആയത്തുകൾ ഖുർആന്റെ കേവല പാരായണം തന്നെയും പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതിനെ ഒന്നുകൂടി മനസ്സിൽ കേടില്ലാതെ സൂക്ഷിച്ചു വെക്കുവാനുള്ള രണ്ടാമത്തെ സംവിധാനമാണ് പാരായണം എന്നത്. അത് സാവകാശം ഓരോ അക്ഷരങ്ങളും വ്യക്തമായി മൊഴിഞ്ഞ് ഒന്നും വിഴുങ്ങിക്കളയാതെയുള്ള പാരായണമാണ്. പെട്ടെന്ന് ധൃതി പിടിച്ച് പാരായണം ചെയ്യുന്നത് ഖുർആൻ ഇഷ്ടപ്പെടുന്നില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പെട്ടെന്ന് സമയമില്ല, അതുകൊണ്ട് ഒരു ജുസ് 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കേണ്ടതില്ല, നിർബന്ധം കാണിക്കേണ്ടതില്ല. എത്രയാണോ സമയമുള്ളത് ആ സമയത്തിനകത്ത് എത്ര പേജാണോ ഓതാൻ കഴിയുന്നത് അതിലും ചുരുക്കി 2-3 പേജ് ചുരുങ്ങിയാലും വളരെ അക്ഷരസ്ഫുടതയോടുകൂടെ ശബ്ദമാധുര്യത്തോടുകൂടെ മനസ്സിൽ ഓരോന്നും ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള പാരായണത്തിനാണ് റത്തിലിൽ ഖുർആന എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ആ പാരായണം ഭംഗിയായി നടക്കുന്നതോടുകൂടെ രണ്ടാം ഘട്ടം പൂർണ്ണമാവുകയാണ്. മൂന്നാമതായി ഖുർആൻ പറയുന്നത് ഖുർആൻ മനഃപ്പാഠമാണ്, മനസ്സിൽ സൂക്ഷിക്കുക. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ്. വിജ്ഞാനം ലഭിച്ച ആളുകളുടെ മനസ്സിൽ മറന്നു പോവാതെ സൂക്ഷിക്കുന്ന ആയത്തുകളാകുന്നു ഖുർആൻ. മറ്റു പല ഗ്രന്ഥങ്ങളും വേദപുസ്തകങ്ങളും ഗ്രന്ഥരൂപത്തിലായി കടലാസുകളിൽ എഴുതി വച്ചിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഖുർആൻ മാത്രമാണ് മനസ്സിൽ സൂക്ഷിച്ച് ഒരു കേടും വരാതെ ഒരു പരിക്കുമേൽക്കാതെ ലോകത്തിൻ്റെ അവസാനം വരെയും നിലനിൽക്കുന്ന ഗ്രന്ഥം. മറ്റു മതസ്ഥരായ ചിന്തകന്മാരും പണ്ട് കാലം മുതൽ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. അനാജീലുഹും ഫീ സുദൂരിഹിം എന്നൊക്കെ ചരിത്രത്തിൻ്റെ പഴയ താളുകളിൽ കാണാം. മുസ്ലിങ്ങളുടെ ഇഞ്ചിയിൽ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ അവരുടെ മനസ്സിനകത്താകുന്നു എന്നാണ് അതിനെപ്പറ്റി പറയാറുള്ളത്. ആ രൂപത്തിൽ ഖുർആൻ്റെ എഴുതപ്പെട്ട എല്ലാ ഏടുകളും നശിച്ചു പോയാലും ഖുർആനിന് ഒരു ന്യൂനതയും ഭംഗവും വരാതെ നിലനിൽക്കുവാനായി ഒരു സർവകാല സുരക്ഷാ സംവിധാനമായി അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്
മനഃപ്പാടമാക്കുക എന്നത്. പഠിതാക്കളായ നമ്മൾ അല്ലാത്തവരും കുറേയൊക്കെ ആയത്തുകളും അധ്യായങ്ങളും ഈ ഇനത്തിൽ നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതുമാണ്. മൂന്നാമത്തെ ഘട്ടം അവിടെ അവസാനിക്കുകയാണ്. നാലാമത്തത് പഠനവും ഗ്രാഹ്യതയുമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി എന്ന് നമ്മൾ കേട്ടിരിക്കും. അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം നൽകിയിരിക്കുന്നത് വളരെ ഗ്രാഹ്യശക്തിയോടുകൂടെ ആഴത്തിൽ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതായത് തദബ്ബുർ ആണ് നാലാമത്തെ ഘട്ടം. ശ്രദ്ധിച്ചു കേൾക്കലും പാരായണവും മനസ്സിൽ ഏതാനും ഭാഗങ്ങളെങ്കിലും സൂക്ഷിക്കുവാനും കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സൂക്ഷിച്ച നിക്ഷേപം നമ്മുടെ ആലോചനയെയും ചിന്തയെയും അന്വേഷണത്തെയും അപഗ്രഥനത്തെയും അനുകൂലമായി സ്വാധീനിക്കുകയും പുതിയ പുതിയ അറിവുകൾ കാലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ആലോചിച്ച് പഠിക്കുമ്പോൾ പുതിയത് ഉണ്ടാക്കുക എന്ന ഒരു ഘട്ടത്തിലേക്കാണ് നാലാമതായി നമ്മൾ പ്രവേശിക്കുന്നത്. രണ്ട് രൂപത്തിലുള്ള സങ്കല്പമാണ് വിദ്യാഭ്യാസ രംഗത്ത് പണ്ട് മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നത്. ഒന്ന് കൺസ്യൂമറിസമാണ്, ഉപഭോക്തൃ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിൽ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണമെടുക്കുക, ഷോപ്പിൽ പോവുക, വസ്തു വാങ്ങുക, തുക കൊടുക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക, അത് ഉപയോഗിക്കുക. അതാണ് കൺസ്യൂമറിസം. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. സർക്കാരോ യൂണിവേഴ്സിറ്റിയോ നിശ്ചയിച്ചിരിക്കുന്ന കരിക്കുലം പഠിക്കുക, ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിക്കുക, ഓരോ കാലത്തുമുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുക, മാർക്ക് വാങ്ങുക, ജയിക്കുക, ജോലി നേടുക, അതോടുകൂടെ ആ പഠനം കഴിഞ്ഞു. ഖുർആൻ പഠനം അങ്ങനെ ഒരു കൺസ്യൂമറിസം മോഡലിലല്ല. അത് പ്രൊഡക്റ്റീവാണ്. ഉൽപാദനക്ഷമതയുണ്ടായിരിക്കും ഓരോ ആയത്തുകൾക്കും. അത്തരത്തിലുള്ള ഒരു പഠന സംവിധാനമാണ് ഖുർആൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് മനഃപ്പാടമാക്കിക്കൊണ്ട് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പഠനം എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നയിച്ചു കൊണ്ടുപോകും. അഞ്ചാമത്തതാണ് പ്രധാനം, അൽ അമലു ബിഹി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുക കൂടി ചെയ്യുക, ജീവിക്കുക. എന്താണോ കേട്ടത്, എന്താണോ പാരായണം ചെയ്തത്, പഠിച്ചത്, ആലോചിച്ചത്, ഗ്രഹിച്ചത്, ഇവയെല്ലാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ഈ 5 കാര്യങ്ങളിലൂടെ ഒരു പഠിതാവ് ഖുർആനുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ചിന്തക്കും ഗ്രാഹ്യശക്തിക്കും ഓർമ്മയുമെല്ലാം കൂടുതൽ സൂക്ഷ്മമായി വീണ്ടും പഠിക്കുവാനും പുതിയ പുതിയ മേഖലകളിലേക്ക്, അറിവിൻ്റെ മേഖലകളിലേക്ക് സ്വയം നടന്നെടുക്കുവാനും സാധിക്കും എന്നതാണ് പലരുടെയും അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ ജീവിക്കുന്ന ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വരെ കണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത്. അതായിരിക്കുകയില്ല ഇന്ന് വൈകുന്നേരം കാണുന്നത്. അനുദിനം ഓരോ മണിക്കൂർ വെച്ച് ലോകം മാറുന്നു, വിജ്ഞാനങ്ങൾ പുതുതായി വരുന്നു, അനുഭവങ്ങൾ പലതായി വരുന്നു. അവിടെയൊക്കെ നമുക്ക് ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും പഠിച്ച് ലോകത്തോടൊപ്പം നടക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാൽ പതറാതെ, ഹൃദയത്തിൽ ചാഞ്ചല്യം അനുഭവിക്കാതെ, ലഭിച്ച അറിവുകളിലൂടെ തന്നെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അടിസ്ഥാന സ്രോതസ്സായിട്ടാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് ആകെ വേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് ആത്മാർത്ഥമായ നിയ്യത്ത്, മറ്റൊന്ന് വിശുദ്ധമായ ഹൃദയം. വേറെ ഒരു മുടക്കുമുതലും ഖുർആൻ പഠിക്കാൻ വേണ്ടതില്ല. ഉസ്മാൻ
റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൗ ത്വഹറത്തിൽ കുലൂബു മാ ശബിഅത്ത് മിൻ കലാമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളുടെ മനസ്സ് വിശുദ്ധമാണെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് എത്ര കേട്ടാലും പഠിച്ചാലും മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വിശപ്പ് അടങ്ങുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രൂപത്തിൽ ഒരിക്കലും വിശപ്പടങ്ങാത്ത, ഇനിയും വേണം, ഇനിയും കേൾക്കണം, പഠിക്കണം എന്ന് സ്വയം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ബുദ്ധിപരമായി തന്നെ ഖുർആൻ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അത്തരത്തിലുള്ള ഒരു പഠന, ബോധന, മനന, ഗവേഷണ, അന്വേഷണ സംവിധാനമാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചം പഠന സംവിധാനത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടിൽ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയും ചെയ്യും. വെളിച്ചമില്ലെങ്കിൽ നമ്മൾ ആരായിരുന്നിട്ടും കാര്യമില്ല. നമ്മുടെ സ്റ്റാറ്റസ് നാം പറയുകയാണെങ്കിൽ പലതും നമുക്ക് എണ്ണിപ്പറയാനുണ്ടാകും. നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ കുടുംബം, നമ്മളുടെ ജോലി, വരുമാനം, പ്രൊഫഷൻസ്, ഇവയെല്ലാം സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ട് നമുക്ക് പറയാം. പക്ഷേ വെളിച്ചമില്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഊരിരുട്ടായിരിക്കും. ഈ ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ നോക്കുക, പലതരം ബൾബുകൾ പ്രകാശിക്കുന്നുണ്ട്. 40 വാട്ടിൻ്റെയും 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും അതുപോലെ LED ബൾബും ഇങ്ങനെയായിട്ട് പലതരം വർണ്ണവിളക്കുകൾ നമുക്ക് ജീവിതത്തിലുണ്ട്. അതെല്ലാം അവയുടെ സ്റ്റാറ്റസാണ്. പക്ഷേ ഒന്ന് ചോദിക്കാം, കറണ്ട് പോയാലോ? ഈ ബൾബുകളെല്ലാം നിശ്ചലമാണ്, കൂരിരുട്ടാണ്. ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ. ഖുർആൻ നൽകുന്ന വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഭൗതികമായ എല്ലാ സ്റ്റാറ്റസും അതോടുകൂടി അണഞ്ഞു കഴിഞ്ഞു, നിഷ്പ്രഭമായി, ഒരിക്കലും മുന്നോട്ടൊരിഞ്ചു പോലും നീങ്ങാൻ പറ്റാത്ത രൂപത്തിൽ നാം നിന്നിടത്ത് നിൽക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിന് പടച്ചവൻ എല്ലാവിധ ബർക്കത്തും റഹ്മത്തും നൽകി ഇതിലേക്ക് ധാരാളമായി ഇനിയും മുന്നോട്ട് വരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി പടച്ചവനെ നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.